കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ കോഴ്സ് എടുത്ത് ഇന്ന് ഒരുപാട് പ്രൊജക്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മളെ വെക്കേഷൻ കോഴ്സിൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കുക, എന്തിനാണ് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നത്? എന്തിനാണ് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നത്? പ്രൊമോഷൻ വീഡിയോക്ക് വേണ്ടി. പ്രൊമോഷൻ വീഡിയോസിന് വേണ്ടി. എന്നാരാ പറഞ്ഞത്? ഇൻസ്റ്റാഗ്രാം റീൽസ്. ഇൻസ്റ്റാഗ്രാം റീൽസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെപ്പോലെ തന്നെ വെക്കേഷനിൽ ജിട്ട കുപ്പളയിൽ വന്ന് വെക്കേഷനിൽ വീഡിയോ എഡിറ്റിംഗ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അംജദ്. അപ്പോൾ അംജദ് നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ കോഴ്സ് എടുത്ത് ഇന്ന് ഒരുപാട് പ്രൊജക്റ്റ് എടുക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പ്രൊജക്റ്റ്. അപ്പം അംജദിന് എന്താ പറയാനുള്ളത്? അവിടെ ഒരു വർഷം മുമ്പ് വെക്കേഷനിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വന്ന് പഠിച്ചിടെ ഇപ്പോൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ലാപ്പ് വാങ്ങി, iPhone 17 Pro Max വാങ്ങി. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ട് ഇപ്പോൾ ഈ സാറ് വിളിച്ചപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു പ്രൊജക്റ്റ് എടുക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല ഏർണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് പഠിച്ചത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, നമ്മളെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. അപ്പോൾ അത് ഉപകാരത്തിൽ പെടുള്ളൂ. അപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അംജദ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലെ വെക്കേഷൻ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള കോഴ്സുകൾ, കോഡിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു വെക്കേഷൻ കോഴ്സ് എടുത്താലും അത് നിങ്ങൾക്ക് നല്ല സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനും ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്താനും പറ്റും. അപ്പോൾ നല്ല വെക്കേഷൻ കോഴ്സുകൾ പഠിക്കാൻ ചിട്ടക്കുപ്പളയിൽ വരാം.